ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ് ഒരു അടിപൊളി പുഡിങ് കേട്ടോ. നമ്മൾക്ക് ഇത് കാണുമ്പോൾ തോന്നും സീബ്ര കേക്ക് ആണെന്ന്. സീബ്ര കേക്ക് അല്ല കേട്ടോ, ഇതൊരു പുഡിങ് ആണ്, സീബ്ര പുഡിങ് ആണ്. അപ്പോൾ നമുക്ക് സീബ്ര കേക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് പുഡിങ്ങും ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അരികഭാഗം, അതായത് അതിൻ്റെ ബ്രൗൺ കളറിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു കറക്റ്റ് വൈറ്റ് കളറ് പുഡിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബ്രൗൺ കളർ മാറ്റുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രൗൺ കളർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയിലെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 6 സ്ലൈസ് ബ്രെഡും ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ മൊത്തം പുഡിങ്ങിനായിട്ട് 1 ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഒരു പകുതിയോളം പാല് ഈ ഒരു ജാറിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യാനുള്ളത്. ഒരു 3/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര മതി. കൂടുതലായിട്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ട് കുറവ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താൽ മതി. ഇനി ഒരു 1/4 കപ്പോളം അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് പാലിൽ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലല്ലേ നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കൂടാതെ നമ്മളിതിലേക്ക് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇതുപോലെ ചൈന ഗ്രാസ് കുറവായാലും പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് സോസ് പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ നമുക്കിതിലേക്ക് ബാക്കി വരുന്ന പാല് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസും റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്തതുണ്ടല്ലോ, അതുകൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. പാല് നന്നായിട്ടൊന്ന് തിളക്കാൻ പാകമായിട്ട് വരണം. ആ സമയത്താണ് നമ്മൾ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് തിളക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പാല് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പാല് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പാല് തിളക്കുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പാല് പിരിയുന്ന പ്രശ്നം വരില്ല. നേരെ മറിച്ച് നമ്മൾ പാല് നന്നായിട്ട് തിളക്കുന്ന സമയത്താണ് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പാല് പിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പുഡിങ് ശരിയായ രീതിയിൽ കിട്ടൂല. അതുകൊണ്ട് പാലും ചൈന ഗ്രാസും ഒരേ ചൂടാവുന്ന സമയത്ത് ചൈന ഗ്രാസ് പാലിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചൈന ഗ്രാസിൽ അലിയാതെ കിടക്കുന്ന കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ സീബ്ര പുഡിംഗ് അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള പുഡിംഗ് മിക്സും വേണം. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള പുഡിംഗ് മിക്സും വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് 2 ആക്കി ഭാഗിക്കുകയാണ്. 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നതാണ്, രണ്ടാമത്തേതിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുഡിംഗ് മിക്സ് ഒന്ന് ചൂടോടെ ഒഴിച്ചു കൊടുക്കുക. പുഡിംഗ് മിക്സ് നല്ല ചൂടുണ്ടാവണം കേട്ടോ, എങ്കിലേ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. ഇതൊന്ന് വേണമെന്ന് 2-3 സെക്കൻഡ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. ഇനി നമുക്കിത് നമ്മുടെ പുഡിംഗ് മിക്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ബാക്കിയുള്ള പുഡിംഗ് മിക്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പോളം ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് പുഡിംഗ് മിക്സ് ഒന്ന് ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വൈറ്റ് ചോക്ലേറ്റ് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിംഗ് മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി സിറപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്താലും മതി. കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ സമയത്ത് തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 2 മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്കിന്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിന്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പുഡിംഗ് ട്രേ മതി എന്നുണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്തെടുത്താലും മതി. ഇത് കേക്കിന്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു ടിന്നൊന്ന് ബട്ടർ വെച്ചിട്ടോ നെയ്യ് വെച്ചിട്ടോ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഞാൻ കയ്യിൽ കുറച്ചാക്കിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് പുഡിങ് ഇതിലൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം വൈറ്റ് ചോക്ലേറ്റിൽ നിന്നും 2 കയ്യിൽ ചോക്ലേറ്റ് മിക്സ് എടുത്തിട്ട് ഇതുപോലെ നടുവിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൽ നിന്നും 2 കയ്യിൽ ചോക്ലേറ്റ് മിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് 2 കയ്യിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നടുവിലായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഉറ്റി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ തുടർന്നും നമ്മുടെ ഈ ഒരു മിക്സ് കഴിയുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പുഡിംഗ് മിക്സ് നമ്മൾ മുഴുവനായിട്ട് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ടിന്ന് നിറയെ നമ്മൾ പുഡിംഗ് മിക്സ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റണം.
ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതിനുശേഷം ഒരു 5-6 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഫ്രിഡ്ജിൽ താഴെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി പെട്ടെന്ന് എടുക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് താഴെ വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ നേരം ഫ്രീസറിൽ വെച്ചാൽ ഇത് കട്ടിയായി പോവും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു പുഡിങ് കേക്ക് ടിന്നിൽ ഒന്ന് വിടിയിച്ചെടുക്കണം. ഇതിൻ്റെ അരികു ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് വിടിയിച്ചെടുത്താൽ മതി. അതുകൂടാതെ നമുക്കിത് പെട്ടെന്ന് ഇതിലൊന്നും പോരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശീല ഒരു ചൂടുള്ള വെള്ളത്തിൽ നനച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഈ ടിന്നിൽ നിന്ന് വേർപ്പെടുത്താൻ പറ്റും. അരികു ഭാഗത്തും അടിഭാഗത്തും ഒക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കുറച്ചു നേരം. അപ്പോൾ തന്നെ ഇതൊന്ന് ശരിയായ രീതിയിൽ വിട്ട് കിട്ടും. ഇനി നമുക്കിത് അപ്പോൾ ഇത് നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു പുഡിംഗ് ആണ്. ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മിക്സായി വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. നമുക്ക് ഫംഗ്ഷൻസൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടക്കാച്ചി പുഡിംഗ് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.